നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിരവധി സർവേ ഫലങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുപ്പിച്ച് ചില സംസ്ഥാനങ്ങളിലെ പ്രത്യേകമായ കാലാവസ്ഥ പരിഗണിച്ചുകൊണ്ട് അവിടുത്തെ ഫലങ്ങളും ചില സർവേയിലൂടെ പുറത്തു വരുന്നുണ്ട്. ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ ലീഡ് ചെയ്യും, അല്ലെങ്കിൽ BJPക്ക് ഭരണ തുടർച്ചയുണ്ടാകുമോ, INDA എന്ന മുന്നണിയുടെ ഭാവി എന്താകും, എത്രയൊക്കെ ആയിരിക്കും വോട്ട് ഷെയർ വരാൻ പോകുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കും സീറ്റ് നില തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇതുവരെയുള്ള മിക്ക സർവേകളും പ്രവചിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ എന്തൊക്കെയായിരിക്കും ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരു സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നു. ലോക്നീതി CSDS പ്രീപോൾ സർവേയാണ് ജനങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന വിവരം പങ്കുവയ്ക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ചാ വിഷയമാകാൻ പോകുന്നത് രാജ്യത്തെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും തന്നെ ആയിരിക്കും എന്നാണ് ഈ സർവേ അഭിപ്രായപ്പെടുന്നത്. ദ ഹിന്ദുവിൽ പ്രസിദ്ധീകരിച്ച സർവേയിൽ പ്രതികരിച്ച 27% ആളുകളും തെരഞ്ഞെടുപ്പിൽ തൊഴിലില്ലായ്മ ഒരു പ്രധാനപ്പെട്ട വിഷയമാകും എന്ന് തന്നെയാണ് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 23% ആളുകളാവട്ടെ വിലക്കയറ്റം പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാകും എന്ന വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത്. വികസനം ചർച്ചയാകും എന്ന് 13% ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അതേസമയം 8% ആളുകൾ പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ആകും എന്ന് തന്നെയാണ്. എന്തൊക്കെ വിഷയങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും എന്നത് മാത്രമല്ല, എങ്ങനെയായിരിക്കും രാജ്യത്തിന്റെ ഭാവി, അല്ലെങ്കിൽ ഇനി നമ്മുടെ രാജ്യം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചും ചില സൂചനകൾ ഈ സർവേയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇന്ത്യ മതേതര രാജ്യമായി തന്നെ നിലനിൽക്കണം എന്നുള്ള അഭിപ്രായം 79% ആളുകളും പങ്കുവച്ചതായി ഈ ലോക്നീതി CSDS പ്രീപോൾ സർവേ ഫലം അഭിപ്രായപ്പെടുന്നുണ്ട്. 11% ആളുകളാവട്ടെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 10 ഹിന്ദുക്കളിൽ 8 പേരും ഇന്ത്യ മതേതര രാജ്യമായി തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് എന്നുകൂടി ഈ സർവേയിലൂടെ പറയുന്നു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ തങ്ങളുടെ ജീവിത നിലവാരത്തെ പറ്റിയും ജനങ്ങൾ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. ഇതിൽ 48% ആളുകൾ പറയുന്നത് തങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു എന്ന് തന്നെയാണ്. അതേസമയം 35% പേരാവട്ടെ തങ്ങളുടെ ജീവിത നിലവാരം മോശമായി എന്ന അഭിപ്രായം പങ്കുവയ്ക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയായാലും ജനങ്ങളെ സംബന്ധിച്ച് അവരെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ചാ വിഷയമാകുമെന്ന് തന്നെ വേണം നമ്മൾ ഈ സർവേയിൽ നിന്നും മനസ്സിലാക്കാൻ. എന്തായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ ആശങ്ക തന്നെയാണ് ഈ സർവേ ഫലം സമ്മാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.